ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇറ്റലിയിലെ ടസ്കാനി റീജിയനില് ഫേമസ് ആയിട്ടുള്ളൊരു പാലമുണ്ട്. പോന്തെ ദെല്ല മദല്ലേന, ഡെവിൾസ് ബ്രിഡ്ജ്, അതായത് ചെകുത്താന്റെ പാലം എന്നർത്ഥം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ആ പാലം കാണാനാണ് പോണത് കേട്ടോ. ഈ പാലം ഉണ്ടാക്കിയതിനെ കുറിച്ച് രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. പോണ വഴി ഫുള്ളായിട്ട് ഇതുപോലെ മലകളും കുന്നുകളും പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര സീനിക് ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പാലം. ഈ പാലം പോന്തെ ദെല്ല മദല്ലേന എന്ന പേരിലും പോന്തെ ദെൽ ദിയാവളോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാലത്തിനെ കുറിച്ച് രസകരമായൊരു സ്റ്റോറി ഉണ്ട്. ഇവരിത്ര അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നോന്ന് നമുക്ക് ഈ കഥ കേട്ടാൽ തോന്നിപ്പോട്ടോ. കാണാൻ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു പാലാണ്. അടിയിലൂടെ ഒഴുകി പോകുന്നത് സെർച്ചിയോ റിവറാണ് കേട്ടോ. സെർച്ചിയോ റിവറിന്റെ മുകളിലൂടെയാണ് ഈ പാലം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഡെവിൾസ് ബ്രിഡ്ജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ അധികം ഇല്ലാത്തത്. സമ്മർ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും മനോഹരമായിട്ട് ബ്രിഡ്ജ് കെട്ടിയിട്ടുള്ളത് ശരിക്കും അത്ഭുതം തന്നെയാണല്ലേ. അടിയിലൂടെ ഒഴുകുന്ന സെർച്ചിയോ റിവറിന് നല്ല ആഴം ഒഴുക്കുണ്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു കട കാണാൻ നല്ല ഭംഗിയില്ലേ? നമ്മൾ പണ്ട് ഇംഗ്ലീഷ് ബുക്കൊക്കെ വായിക്കുമ്പോൾ അതിൽ വരച്ചു വെച്ച ഒരു കടയുടെ പോലെ എനിക്ക് തോന്നി. അങ്ങനെ കുറച്ചു നേരം ആ ബ്രിഡ്ജിന്റെ ഭംഗിയൊക്കെ നോക്കി നിന്ന് അതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഈ പോന്തെ ദെല്ല മദല്ലേന, അതായത് ഈ ബ്രിഡ്ജിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും അവിടെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 11th സെഞ്ചുറിയിലും 12th സെഞ്ചുറിനും ഏകദേശം ഒരു പകുതി വെച്ചിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാറ്റിൽഡെ ഓഫ് കനോസയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. അവര് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്ഞിയായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് റിനോവേഷൻ ചെയ്തതാണ് കേട്ടോ. അതായത് പുതുക്കി പണിഞ്ഞതാണ്. കസ്ത്രൂച്ചോ കസ്ത്രക്കാനി എന്ന് പറഞ്ഞ ഒരു രാജാവാണ് 14th സെഞ്ചുറിയിൽ ഇത് പുതുക്കി പണിഞ്ഞത്. 1836 വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ പാലത്തിന് കാര്യമായിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1900 തുടക്കത്തിൽ ആ ഡാമേജ് ഒക്കെ മാറ്റി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പം നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ബ്രിഡ്ജായിട്ട് മാറിയത്. മാറ്റം വരുത്തിയപ്പോൾ ഈ പാലത്തിൻ്റെ ഷേപ്പിന് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ പാലത്തിൻ്റെ ഷേപ്പിൻ്റെ പ്രത്യേകത കൊണ്ടും ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആർച്ചിൻ്റെ വലുപ്പത്തിൻ്റെ കൂടുതൽ കൊണ്ടും ഈ പാലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ പാലത്തിലൂടെ നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു രണ്ട് സൈഡിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നടക്കുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെ ആയിരുന്നു. ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത് കല്ലുകൾ കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. കല്ലുകൾ നിരത്തി നിരത്തി ഒരുക്കി കൂട്ടി വെച്ചിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. നീളം എന്ന് പറഞ്ഞത് ഏകദേശം 95 മീറ്ററാണ്. സിമെന്റും കോൺക്രീറ്റും ഒന്നും ഇല്ലാതെ ഇത്തരത്തിലൊരു പാലം നിർമ്മിക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇതൊക്കെ വലിയ അത്ഭുതം തന്നെയാണല്ലേ. ഈ പാലത്തിന് ഏകദേശം 5 ആർച്ചുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ ആർച്ചിലൂടെയാണ് ഇപ്പൊ നമ്മൾ നടന്നു പോണത്. അതാണ് ഏറ്റവും ഉയർന്ന ഭാഗം. ഇനി ഈ പാലത്തിന്റെ പിന്നിലെ രസകരമായ കഥ എന്താണെന്നല്ലേ? ഈ പാലം നിർമ്മിക്കാൻ വന്ന കൽപ്പണിക്കാരന് എത്ര ശ്രമിച്ചിട്ടും ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പാലത്തിന്റെ നിർമ്മാണം വൈകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പാലത്തിന്റെ പണി കംപ്ലീറ്റ് ആയി തുടങ്ങുമ്പോഴത്തേക്കും വെള്ളപ്പൊക്കം വരും. അപ്പോൾ വീണ്ടും പാലം നശിക്കും. അപ്പോൾ വീണ്ടും ഉണ്ടാക്കും. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ദേഷ്യവും സങ്കടമൊന്നും സഹിക്കാൻ വയ്യാതെ അയാള് സാത്താനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ സാത്താൻ പ്രത്യക്ഷപ്പെട്ട് അയാളോട് പറഞ്ഞ്, ഒറ്റ ദിവസം രാത്രി കൊണ്ട് ഞാൻ ഈ പാലത്തിന്റെ പണി നിനക്ക് പൂർത്തിയാക്കി തരാം. പക്ഷേ ഇതിലൂടെ ആദ്യം ആരാണോ കടന്നു പോകുന്നത് അയാളുടെ ജീവൻ എനിക്ക് നൽകണമെന്ന് പറഞ്ഞു. കൽപ്പണിക്കാരൻ അതിന് സമ്മതിച്ചു. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ പാലത്തിന്റെ പണി പൂർത്തിയായി. പക്ഷേ പിന്നീട് ആ കൽപ്പണിക്കാരന് വളരെയധികം കുറ്റബോധം തോന്നി. ഇതിലൂടെ ആദ്യം കടക്കുന്ന ആളുടെ ജീവൻ സാത്താനു വേണ്ടി അയാൾ വാഗ്ദാനം ചെയ്തതല്ലേ. അങ്ങനെ അയാൾ നേരെ പള്ളിയിലേക്ക് ഓടി. അവിടെ ചെന്ന് പ്രീസ്റ്റിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അപ്പോൾ പ്രീസ്റ്റ് അദ്ദേഹത്തിനൊരു വഴി പറഞ്ഞു കൊടുത്തു. അതെന്താണെന്നോ, ഈ പാലത്തിലൂടെ ആദ്യമായി ഒരു നായയെ അവർ കടത്തിവിട്ടു. കൽപ്പണിക്കാരന്റെ ബുദ്ധിപരമായ പ്രവൃത്തി കണ്ട് സാത്താൻ ആകെ ദേഷ്യം പിടിച്ചു. സാത്താൻ ഉടനെ തന്നെ ഈ സെർച്ചിയോ നദിയിലേക്ക് എടുത്തു ചാടി. ഒക്ടോബർ മാസങ്ങളിൽ വൈകുന്നേരം ഒരു നായയെ പാലത്തിന് മുകളിൽ നടന്നു പോകുന്നതായി കണ്ടിട്ടുണ്ടെന്ന് പലരും പറയുന്നു. എന്നാൽ അത് മനുഷ്യന്മാരുടെ ആത്മാവ് നോക്കി നടക്കുന്ന സാത്താനാണെന്നാണ് ചിലർ പറയുന്നത്. ഈ നദിയുടെ അടിയിൽ ആ നായയുടെ ശരീരം കാണാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു. ഈ ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് ദൂരം ചെന്നാൽ തന്നെ അവിടെ ഒരു ഡാം ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ മൊത്തത്തിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. മലമുകളിലുള്ള വീടുകളും ആ താഴ്വാരവും മൊത്തത്തിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കുറേ നേരം ഞങ്ങൾ ആ കാഴ്ചകൾ നോക്കി നിന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി.